Hello friends, welcome to FRK Tech PSC. ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് നമ്മൾ വരാനിരിക്കുന്ന വെൽഡർ എക്സാമിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കുറച്ച് പോർഷൻസ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ, അതാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. നമുക്കിതൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ എന്നുള്ളൊരു സെഷനല്ല, ജസ്റ്റ് ഓരോരോ കാര്യങ്ങൾ, ഓരോരോ ഭാഗങ്ങൾ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോവാം. ഇതൊക്കെയാണ് എക്സ്പെക്റ്റഡ് ചെയ്യാവുന്ന കുറച്ച് പോർഷൻസ്. ഓക്കെ, വെൽഡിങ്ങിൻ്റെ ടൈപ്സ്, അതുപോലെ വെൽഡിങ് പൊസിഷൻസ്, വെൽഡിങ് ഡിഫക്ട്സ്, വെൽഡ് സിമ്പിൾസ്, ഇലക്ട്രോഡ് സൈസ് ആൻഡ് കറണ്ട്, പ്ലേറ്റ് തിക്നെസ് ആൻഡ് നോസൽ സൈസ്, സ്ട്രെയിറ്റ് ആൻഡ് റിവേഴ്സ് പൊളാരിറ്റി, ഫ്ലെയിംസ് ആൻഡ് മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും നമുക്കൊരു 26-27 സെഷൻസ് കഴിഞ്ഞു. അപ്പോൾ അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തതിൽ നമുക്ക് മനസ്സിലാക്കിയെടുത്ത കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ, അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, സോ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വണ് ടൈപ്സ് ഓഫ് വെൽഡിങ്. വെൽഡിങ് 2 ടൈപ്പാണുള്ളത്. ഒന്ന് പ്രഷർ വെൽഡിങ്ങും അടുത്തത് ഫ്യൂഷൻ വെൽഡിങ്ങും. പ്രഷർ വെൽഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫോഴ്സ് കൂടെ അപ്ലൈ ചെയ്യും വെൽഡ് ചെയ്യാൻ. ഫ്യൂഷൻ വെൽഡിങ്ങിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാതെയാണ് വെൽഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഹീറ്റിൻ്റെ സഹായത്താൽ മാത്രമാണ് ഫ്യൂഷൻ വെൽഡിങ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കാം. പ്രഷർ വെൽഡിങ്, ഫോർജ് വെൽഡിങ്, സ്റ്റഡ് വെൽഡിങ്, തെർമിറ്റ് വെൽഡിങ്, റെസിസ്റ്റൻസ് വെൽഡിങ്. ഓക്കെ, അതിൽ ഫോർജ് വെൽഡിങ് ആണ് നമുക്ക് ഏറ്റവും പഴക്കം ഉള്ളൊരു വെൽഡിങ് കേട്ടോ. ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഫോർജ് വെൽഡിങ്. ഇതിൽ മൂന്നാമത്തതിൽ തെർമിറ്റ് വെൽഡിങ്. തെർമിറ്റ് വെൽഡിങ് നമ്മൾ പഠിച്ചാണല്ലോ, ഒരു മോൾഡിനുള്ളിലേക്ക് മോട്ടർ മെറ്റൽ ഒരുക്കിയിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ തെർമിറ്റ് വെൽഡിങ്ങിൽ പ്രഷറും വരുന്നുണ്ട്, ഫ്യൂഷനും മാത്രമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, തെർമിറ്റ് വെൽഡിങ്ങിൽ നമുക്ക് മോൾട്ടർ മെറ്റൽ ഒരുക്കി ഒഴിച്ചിട്ട് നമുക്ക് 2 ഭാഗത്തുനിന്നും ആ 2 സാധനങ്ങൾ, 2 പാർട്സ് നമ്മൾ എന്താക്കും, ഫോഴ്സ് ചെയ്യും. അപ്പോൾ അവിടെ പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രഷർ അപ്ലൈ ചെയ്തിട്ടുള്ള തെർമിറ്റ് വെൽഡിങ് ആണ് ഈ ഭാഗത്ത് വരുന്നത്. ഓക്കെ, പിന്നെ റെസിസ്റ്റൻസ് വെൽഡിങ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രഷർ വെൽഡിങ് ടൈപ്പ്. അതിൽ ഇപ്പോഴും ചോദിക്കാനുള്ള സാധനം കേട്ടോ. പ്രൊജക്ഷൻ വെൽഡിങ്, സ്പോട്ട് വെൽഡിങ്, ഇതൊക്കെ ഏത് ടൈപ്പാണ്? ഒന്നെങ്കിൽ റെസിസ്റ്റൻസ് വെൽഡിങ് ആണോ ചോദിക്കുക, അല്ലെങ്കിൽ പ്രഷർ വെൽഡിങ് ആണോ ചോദിക്കും. ഓക്കെ, അപ്പോൾ പേരൊക്കെ നോട്ട് ചെയ്തൊക്കെ കേട്ടോ. പ്രൊജക്ഷൻ വെൽഡിങ്, സ്പോട്ട്, സീം, ഫ്ലാഷ് ബട്ട്, റെസിസ്റ്റൻസ് ബട്ട്, പെർക്യൂഷൻ വെൽഡിങ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ റെസിസ്റ്റൻസ് വെൽഡിങ്ങിൻ്റെ പാർട്ടുകളാണ്. ആ റെസിസ്റ്റൻസ് വെൽഡിങ് പ്രഷർ വെൽഡിങ്ങിലാണ് വരുന്നത്. ഓക്കെ, ഇതിലെല്ലാം ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്യൂഷൻ വെൽഡിങ്. ഫ്യൂഷൻ വെൽഡിങ്ങിലാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ പഠിച്ച ആർക്ക് വെൽഡിങ്ങും ഗ്യാസ് വെൽഡിങ്ങും വരുന്നത്. ഓക്കെ, രണ്ടിലും എന്തില്ല, നമ്മൾ ഫോഴ്സ് ഉപയോഗിക്കുന്നില്ല. ആർക്ക് വെൽഡിങ് എന്ന് പറഞ്ഞാൽ ആർക്കിൻ്റെ, ഇലക്ട്രിക് ആർക്കിൻ്റെ സഹായത്താലാണ് ഇവിടെ വെൽഡിങ് നടക്കുന്നത്. ഗ്യാസ് വെൽഡിങ്ങിൽ ഗ്യാസും ഓക്സിജനും കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്നൊരു ഫ്ലെയിമിൻ്റെ ഹീറ്റ് കൊണ്ടാണ് അവിടെ വെൽഡിങ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ മൂന്നാമത്തെ ടൈപ്പാണ് തെർമിറ്റ് വെൽഡിങ്, ഫ്യൂഷൻ. കണ്ടില്ല, അപ്പം ഞാൻ ജസ്റ്റ് മുന്നേ ഞാൻ പറഞ്ഞത് തെർമിറ്റ് വെൽഡിങ് പ്രഷർ ആയിരുന്നു. ഇവിടെ തെർമിറ്റ് വെൽഡിങ് ഫ്യൂഷൻ, അതായത് 2 പാർട്സ് ചേർത്ത് ഒരു മോൾഡിനകത്ത് വെച്ചിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ മോൾട്ടർ മെറ്റൽ ഉരുക്കുന്നു, അത് ആ ഒരു പാർട്ടിൻ്റെ ഗ്യാപ്പിലേക്ക് ചേർന്നിട്ട് ഫ്യൂസായി മാറുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ഫോഴ്സ് വരുന്നില്ല. അതാണ് തെർമിറ്റ് വെൽഡിങ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് രണ്ടാമത്തെ പാർട്ടാണ് വെൽഡിങ് പൊസിഷൻ. ഓക്കെ, ചോദിക്കുന്ന സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം കേട്ടോ, വെൽഡിങ് പൊസിഷൻസ്. അതിൽ 2 ടൈപ്പ് പൊസിഷൻ ഉള്ളത്. ഒന്ന് ഫില്ലറ്റ് വെൽഡ്, ഒന്ന് ഗ്രൂവ് വെൽഡ്. ഓക്കെ, ഫില്ലറ്റ് എന്ന് പറഞ്ഞാൽ ലാപ്പ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ലാപ്പ് വെൽഡും ഗ്രൂവ് എന്ന് പറഞ്ഞാൽ ബട്ട് വെൽഡ്. ഓക്കെ, ലാപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മുകളിൽ വേറെ ഒരെണ്ണം ഓവർലാപ്പ് ചെയ്തിട്ട് വെൽഡ് ചെയ്യുന്നത്. ഗ്രൂവ് വെൽഡ് എന്ന് പറഞ്ഞാൽ ബട്ട് വെൽഡ്. ബട്ട് വെൽഡ് എന്ന് പറഞ്ഞാൽ 2 പാർട്സ് ചേർത്ത് വെച്ചിട്ട് വെൽഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫില്ലറ്റ് വെൽഡ്, അതായത് ലാപ്പ് വെൽഡിൽ ഫ്ലാറ്റ് പൊസിഷൻ, ഹൊറിസോണ്ടൽ പൊസിഷൻ, വെർട്ടിക്കൽ പൊസിഷൻ, ഓവർഹെഡ് പൊസിഷൻ. ഓക്കെ, ഫ്ലാറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വെൽഡ് കണ്ടോ, വെൽഡ് ഫ്ലാറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതാണ് ആ ഫ്ലാറ്റ് പൊസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പാർട്സ് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്താണ് ഓറഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ഫ്ലാറ്റ് പൊസിഷനിൽ ഫ്ലാറ്റ് ആയിരിക്കും ഈ വെൽഡ് ബീഡ്. ഈ വെൽഡ് ബീഡ് നോക്കിയാൽ മതി. ഹൊറിസോണ്ടൽ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലേറ്റ് ഹൊറിസോണ്ടലാക്കി വെച്ചിട്ടാണ് വെൽഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വെർട്ടിക്കലാണെങ്കിൽ പ്ലേറ്റ് വെർട്ടിക്കലാക്കി വെക്കും. ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തലയ്ക്ക് മുകളിലായിട്ടാണ് ആ പ്ലേറ്റ്സ് ഉണ്ടാവുക. ഓക്കെ, സോ ഇത്രയാണ്
നമുക്ക് ഫില്ലറ്റ് വെൽഡിൽ വരുന്നത് അതിൻ്റെ ആ ഒരു നമ്പർ പഠിക്കുക കേട്ടോ. 1F 2F 3F 4F. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാം. 3F എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലാണോ ഹൊറിസോണ്ടലാണോ ഫ്ലാറ്റ് ആണോ ഓവർ ഹെഡ് ആണോ ഇതെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു 1F 2F 3F 4F എന്ന് പഠിക്കാം. എഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫില്ലറ്റിനാണ് കേട്ടോ. നമുക്ക് അടുത്തത് ഗ്രൂവ് വെൽഡുകൾ. ഗ്രൂവ് വെൽഡിൽ അതേപോലെ തന്നെ. അപ്പോൾ നമുക്കിവിടെ ഈ എന്താ വ്യത്യാസം ഉണ്ടായത്? പ്ലേറ്റ് ഇപ്പോൾ ലാപ്പല്ല അല്ലേ, ജസ്റ്റ് നോക്കാം. ഒന്നുകൂടെ ഫില്ലറ്റിൽ കണ്ടോ ലാപ്പ് ചെയ്താണ് വെക്കുന്നത്, ഒന്നിൻ്റെ മുകളിൽ വേറെ ഒന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഗ്രൂവ് വെൽഡിൽ ബട്ട് വെൽഡാണ് ഉദ്ദേശിക്കുന്നത്, ചേർത്ത് വെക്കുക ചെയ്യാം. അപ്പം അതിലും ഈ നേരത്തെ പറഞ്ഞ അതേ പൊസിഷൻസ് തന്നെയുണ്ട്. ഫ്ലാറ്റ്, ഹൊറിസോണ്ടൽ, വേർട്ടിക്കൽ, ഓവർ ഹെഡ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു സിമ്പിൾ മാറും. 1G 2G 3G 4G അങ്ങനെയായി മാറി. ഓക്കെ, സോ അവിടെ പ്ലേറ്റിൻ്റെ അറേഞ്ച്മെൻറ്റിലാണ് വ്യത്യാസം വന്നത്. എന്തായി ചേർത്ത് വെച്ചു. അപ്പോൾ ചേർത്ത് വെക്കുന്നതിനാണ് ബട്ട് വെൽഡ് എന്ന് പറയുക. അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ചേർത്ത് വെക്കുന്നതിന് ബട്ട് വെൽഡ് എന്ന് പറയും. ബട്ട് വെൽഡിനാണ് ഇവിടെ ഗ്രൂവ് വെൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അടുത്തത് ഈ വരുന്നത് എന്ന് പറഞ്ഞാൽ ഗ്രൂവ് വെൽഡ് തന്നെയാണ്, പക്ഷെ പ്ലേറ്റിന് പകരം ട്യൂബ് ആയിരിക്കും. എന്താണ്? ട്യൂബ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഈ വെക്കുന്ന പൊസിഷനും കാര്യങ്ങളൊക്കെ സെയിം തന്നെ. ഇവിടെ നമുക്ക് ഗ്രൂവ് വെൽഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലേറ്റുകൾ ഉണ്ട്. ഇവിടെ പ്ലേറ്റുകളാണ് വെച്ചത്. അതേ ഗ്രൂവ് വെൽഡ് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? പൈപ്പാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഓരോന്നും എങ്ങനെയാണുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ, അതായത് പൈപ്പ് എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? ഹൊറിസോണ്ടലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മുകളിലാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത്. വെൽഡ് ചെയ്യുമ്പോൾ ഈ പൈപ്പിന് റൊട്ടേഷൻ കൊടുക്കുന്നുണ്ട് കണ്ടോ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ റൊട്ടേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് 1G ആണ്. ഓക്കെ, സെയിം പൊസിഷനിലാണ് ഈ 5G ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ, 5G ചെയ്യുന്നതും സെയിം ഹൊറിസോണ്ടൽ പൊസിഷനിൽ തന്നെയാണ് പൈപ്പ് വെച്ചിരിക്കുന്നത്. പക്ഷേ പൈപ്പ് ഫിക്സഡ് ആയിരിക്കും. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. പൈപ്പിന് റൊട്ടേഷൻ ഉണ്ടാവില്ല. നമ്മളാണ് ഈ ഒരു മൊത്തം സർക്കംഫറൻസ് റൊട്ടേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഈ ഒരു ഇലക്ട്രോഡ് ഹോൾഡർ പിടിച്ചിരിക്കുന്നത് നമ്മളാണ് മൊത്തമായിട്ട് സർക്കംഫറൻസിൻ്റെ ചുറ്റും പോയിട്ട് നമ്മൾ വെൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. രണ്ടും ഒരേ ഇതിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്, ഓറിയൻറ്റേഷനിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ 1G ആ പൊസിഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈപ്പിന് റൊട്ടേഷൻ കൊടുക്കുന്നു. 5G എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ തന്നെയാണ് പൈപ്പ്, അവിടെ നമ്മൾ റൊട്ടേഷൻ കൊടുക്കുന്നില്ല. ഇനി 2G എന്ന് പറഞ്ഞാൽ അത് വെർട്ടിക്കലായി. ഓക്കെ, വെർട്ടിക്കലായി അവിടെ എന്ത് കൊടുക്കുന്നുണ്ട്? റൊട്ടേഷൻ കൊടുക്കുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ ഇലക്ട്രോഡ് ഹോൾഡർ അവിടെ തന്നെ ആയിരിക്കും നിൽക്കുക, ഇതിൻ്റെ പൈപ്പാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി 6Gയിലായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്? ആംഗുലറായിട്ട് വെക്കുന്നത്. ഈ പൈപ്പിനെ ആംഗുലറായിട്ട് വെക്കുന്നത്. ആ ഒരു വേർഡ് നോട്ട് ചെയ്താൽ മതി കേട്ടോ. ആംഗുലറായിട്ടാണ് വെക്കുക. അവിടെയും ഫിക്സഡ് തന്നെയായിരിക്കും പൈപ്പ് ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ പറഞ്ഞാൽ വെൽഡിങ് ഡിഫക്റ്റുകൾ. ഓക്കെ, അപ്പോൾ വെൽഡിങ് ഡിഫക്റ്റുകൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് തരും. ആ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചിട്ട് നമുക്കൊരു 4 ഡിഫക്റ്റിൻ്റെ ഓപ്ഷൻ തരും. അതിലേതാണെന്നാണ് ചോദിക്കുക. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് വായിച്ച് മനസ്സിലാക്കണം അത് എവിടെയാണ് അതിന് ഡിഫക്റ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് കാണിച്ചിരിക്കുന്നതാണ് ഐഡിയൽ വെൽഡ്. ഐഡിയൽ വെൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫക്റ്റും ഇല്ലാത്ത വെൽഡ്. രണ്ടാമത്തത് ക്രാക്ക്. ക്രാക്ക് എന്ന് പറഞ്ഞാൽ നീളത്തിലുള്ള ഹെയർ ലൈൻ, അതൊക്കെയാണ് അവിടെ കീവേഡ് ഉണ്ടാവുക കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക. ഹെയർ ലൈൻ അതാണ് ക്രാക്ക് ഉദ്ദേശിക്കുന്നത്. ഉള്ളിലൊരു പൊട്ട്. ഓക്കെ, നീളത്തിലൊരു പൊട്ട്. ആ നീളത്തിൽ പൊട്ട് എന്നുള്ളതിന് അവർ അവിടെ കൂടുതൽ മെൻഷൻ ചെയ്ത ഹെയർ ലൈൻ ഡിഫക്റ്റ് എന്നാണ്. അതാണ് ക്രാക്ക് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് പോറോസിറ്റി. പോറോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾ എൻട്രാപ്പ് ചെയ്യുന്നു. ഓക്കെ, എയർ ബബിൾ. ഓക്കെ, വേറെ സാധനങ്ങളൊന്നുമില്ല, എയർ ബബിളായിട്ട്. അപ്പോൾ ഇതിനുള്ളിൽ വെയ്ക്കൻ്റ് ആയിരിക്കും, ഒരു ചെറിയ ഓട്ടങ്ങളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ പോറോസിറ്റി എന്ന് പറയുന്നത്. പോറോസിറ്റി. ഓക്കെ, ഇനി മൂന്നാമത്തത് അണ്ടർകട്ട്. അണ്ടർകട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 2 ബേസ് മെറ്റൽസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു കട്ട് ഉണ്ടാവും, വെൽഡ് ബീഡ്. അതായത് ആ ഒരു ബേസ് മെറ്റൽ മുകളിലേക്ക് അവിടെ എത്തിയിട്ടുണ്ടാവില്ല. അതാണ് അണ്ടർകട്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് പിടിക്കുക. കമ്പയർ ചെയ്ത് പിടിക്കുമ്പോൾ ഈ പോറോസിറ്റിയും സ്ലാഗ് ഇൻക്ലൂഷനും ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കണം. എന്താ വെച്ചാൽ പോറോസിറ്റി എന്ന് പറഞ്ഞാൽ എയർ ബബിൾസ് എൻട്രാപ്പ് ചെയ്തിട്ടാണ് അവിടെ ഡിഫക്റ്റ് ഉണ്ടാകുന്നതെങ്കിൽ സ്ലാഗ് ഇൻക്ലൂഷനിൽ സ്ലാഗ് അല്ലെങ്കിൽ ഫോറിൻ മെറ്റീരിയൽസ് അതിൻ്റെ ഉള്ളിൽ കിടക്കും. ഓക്കെ, ഇപ്പോൾ രണ്ടും തന്നെ ഒരേപോലെ ഉണ്ടാവും. പോറോസിറ്റിയിൽ എയർ ആണ് അവിടെ എൻട്രാപ്പ് ചെയ്യുന്നത്, സ്ലാഗ് ഇൻക്ലൂഷനിൽ സ്ലാഗ് അല്ലെങ്കിൽ
വേറെ ഏതെങ്കിലും ഫോറിൻ മെറ്റീരിയൽസ്, ശ്രദ്ധിക്കണം കേട്ടോ, സ്ലാഗ് ഇൻക്ലൂഷനിൽ സ്ലാഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറിൻ മെറ്റീരിയൽസിലായിരിക്കും അതുള്ളിലുണ്ടാവുക. അതാണ് സ്ലാഗ് ഇൻക്ലൂഷൻ. ഇനി അണ്ടർ കട്ടും ഓവർലാപ്പും കണ്ടോ, അണ്ടർ കട്ട് ഓവർലാപ്പ് ആ ഫിഗർ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പം അണ്ടർ കട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്ത് വെൽഡ് മെറ്റൽ ഉണ്ടാവാതിരിക്കും. അതായത് ബേസ് മെറ്റലിൻ്റെ മുകളിൽ, ജസ്റ്റ് മുകളിൽ അവിടെ രണ്ട് ഭാഗം ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് എന്തുണ്ടാവില്ല, അവിടെ ആ ഒരു വെൽഡ് മെറ്റൽ എത്തിയിട്ടുണ്ടാവില്ല. അതാണ് അണ്ടർ കട്ട്. ഇനി ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ ആ വെൽഡ് മെറ്റൽ കൂടുതലായിട്ട് ഈ ബേസ് മെറ്റലിൻ്റെ മുകളിലേക്ക് വരുന്ന ഒരവസ്ഥ, അതാണ് ഓവർലാപ്പ്. ഓക്കെ. ഇനി അടുത്തത് സ്പാറ്ററാണ്. ഇപ്പോൾ സ്പാറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ടോപ്പ് വ്യൂ ആണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഈ ക്രാക്ക്, പോറോസിറ്റി ഇതിലൊക്കെ കാണിച്ചിരിക്കുന്നത് ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ സ്പാറ്റർ കാണിച്ചിരിക്കുന്ന ആ ഒരു വെൽഡിൻ്റെ ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ ടോപ്പ് വ്യൂ എന്നാണ് നമുക്ക് സ്പാറ്റർ കാണാം. സ്പാറ്റർ നമ്മൾ ഇതിൻ്റെ മുന്നേ ഒക്കെ ഡിസ്കസ് ചെയ്ത കാര്യം എന്താണ്, ഈ വെൽഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇൻക്രീസ് ആവും, കറണ്ട് ഇൻക്രീസ് ആവും അല്ലേ. കറണ്ട് ഇൻക്രീസ് ആയിട്ട് തെറിച്ചു പോകുന്ന അവസ്ഥ. ഈ ഇവിടെ ചെറിയ ചെറിയ മെറ്റൽ പാർട്ടിക്കിൾസ് തെറിച്ച് പോയിട്ട് അവിടെ പോയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക, അതാണ് സ്പാറ്റർ. ഓക്കെ, നമ്മളതിൻ്റെ മുന്നേ ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നെക്സ്റ്റ് ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ. ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ രണ്ട് പാരന്റ് മെറ്റൽ അതിൻ്റെ ഉള്ളിലേക്ക് ആ വെൽഡ് മെറ്റൽ മുഴുവനായിട്ട് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഫ്യൂഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. ചില കേസിൽ ഈ പാരന്റ് മെറ്റലിലേക്ക് ഈ വെൽഡ് മെറ്റൽ മുഴുവനായിട്ട് എത്തൂല, അതാണ് ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ബേസ് മെറ്റലിലേക്ക് വെൽഡ് മെറ്റൽ മുഴുവനായിട്ട് ഒഴുകി എത്താത്ത അവസ്ഥ, അതാണ് ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ. ഇനി ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ, ഈ പെനിട്രേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ റൂട്ടിലേക്ക്, ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ എവിടെയാണ്, ഏറ്റവും താഴത്തൊരു ഭാഗമാണ് റൂട്ട് എന്നത്. ആ റൂട്ടിലേക്ക് വെൽഡ് മെറ്റൽ മുഴുവനായിട്ട് എത്താത്ത അവസ്ഥ, അതാണ് ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ. ഓക്കെ, സോ ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ റൂട്ട് എന്നൊരു വേർഡ് ഉണ്ടാവും. ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബേസ് മെറ്റൽ അല്ലെങ്കിൽ പാരന്റ് മെറ്റലിലേക്ക് എത്താത്ത ആ ഒരു വേർഡൊക്കെ അവിടെ ഉണ്ടാകും. ഓക്കെ, ഇനി അടുത്തത് വെൽഡ് സിമ്പിൾസ്. ഇതിലേതെങ്കിലും ഒരു സിമ്പിൾ എന്നിട്ട് ഏതാണെന്ന് ചോദിക്കും. അത് സ്ഥിരമായിട്ടൊക്കെ ചോദിച്ചിരുന്നത് ഈ പ്ലഗ്, പ്രൊജക്ഷൻ കണ്ടോ, സീം, ഇതൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഇതൊക്കെ റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ വരുന്നൊക്കെ സാധനങ്ങളാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫില്ലറ്റ്. ഇപ്പോൾ ഫില്ലറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആ ഒരു ടീ പോലെ ഉണ്ടാവും അല്ലേ, ഇങ്ങനെ, അതായത് താഴത്തെ പ്ലേറ്റിൻ്റെ മുകളിലൊരെണ്ണം എടുത്ത് വെച്ചിരിക്കുന്നത്, അതാണ് ഫില്ലറ്റ് വെൽഡ്. അതുപോലെ പ്ലഗ് ആണെങ്കിൽ റെക്റ്റാങ്കിൾ, പ്ലഗ് അല്ലെങ്കിൽ സ്ലോട്ട് വെൽഡിങ് റെക്റ്റാങ്കിളാണ്. സ്പോട്ട് അല്ലെങ്കിൽ പ്രൊജക്ഷൻ ആണെങ്കിൽ ഒരു പ്യുവർ റൗണ്ട്, പ്യുവർ സർക്കിൾ ആയിരിക്കും. സീം ആണെങ്കിൽ സർക്കിളിൻ്റെ മുകളിൽ രണ്ട് ലൈൻ ഉണ്ടാകും. പിന്നെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഈ എഡ്ജ് കോർണർ അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല, കണ്ടിട്ടില്ല ഇതുവരെ, എന്നാലും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഇവിടെ ഗ്രൂവ് വെൽഡിൽ, ഗ്രൂവ് എന്ന് പറഞ്ഞാൽ ബട്ട് വെൽഡ് കേട്ടോ. ഇപ്പോൾ ബട്ട് വെൽഡ് നിങ്ങൾക്ക് അറിയാം അല്ലേ, വി, സിംഗിൾ വി, ഡബിൾ വി, അതുപോലെ യു, ഡബ്ല്യു, ജെ, ഡബിൾ ജെ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ സിമ്പിൾസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്ക്വയർ ആണ് ഈ രണ്ട് ലൈൻ മാത്രം. ഓക്കെ, അപ്പോൾ അതുപോലെ കോണ്ടൂർ വെൽഡിങ്ങിൽ ഈ കോൺവെക്സും കോൺകേവും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത് ഇലക്ട്രോഡ് സൈസ് ആൻഡ് കറണ്ട്. ഓക്കെ, ഇപ്പോൾ നിശ്ചിത കറണ്ട് റേഞ്ചിന് വരുന്ന, അതിന് മാച്ച് ചെയ്യുന്ന ഇലക്ട്രോഡ് സൈസ്. സോ ഇപ്പോൾ ഇവിടെ 1.6 ആണ് ഇലക്ട്രോഡ് സൈസ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് 40 to 60 ആണ്. ഓക്കെ, സോ ഒരു ഡിഫറൻറ്റ് സിറ്റുവേഷൻ വന്നു, 90 to 130 ആണ് കറണ്ട് യൂസ് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇലക്ട്രോഡ് സൈസ് 3.2 mm ആയിരിക്കണം. സോ ഈ ഒരു ടേബിൾ നോട്ട് ചെയ്ത് വെക്കട്ടോ. അത് പല പ്രാവശ്യം ചോദിച്ചൊരു സംഗതിയാണ് ഇലക്ട്രോഡ് സൈസും കറണ്ട് റേഞ്ചും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വേറെ പുസ്തകം റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഈ റേഞ്ച് കുറച്ച് വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. ചെറിയൊരു 5 amps ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും ഇതേ റേഞ്ച് ആയിരിക്കും എല്ലാ ബുക്കിലും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ റേഞ്ചും ഇലക്ട്രോഡ് സൈസും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത് പ്ലേറ്റ് തിക്നെസ് ആൻഡ് നോസിൽ സൈസ്. അത് ഓക്സിസെറ്റിലിൻ ഗ്യാസ് വെൽഡിങ്ങിൽ വരുന്നൊരു സംഭവമാണ്. ഓക്സിസെറ്റിലിൻ ഗ്യാസ് വെൽഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടോർച്ച്, ഗ്യാസ് ടോർച്ചിൻ്റെ അറ്റത്തുള്ള നോസിൽ, അതിലൂടെയാണല്ലോ ഈ ഫ്ലെയിം വരുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലെയിമിൻ്റെ നോസിലിൻ്റെ നമ്പർ, അതെന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്, നമ്മൾ വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലേറ്റിൻ്റെ തിക്നെസ് അടിസ്ഥാനമാക്കിയിട്ടാണ് നോസിൽ സൈസ് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ,
ഇപ്പോൾ ഒരു 5 mm തിക്നെസ് ഉള്ള പ്ലേറ്റാണ് വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത് 13 നമ്പർ നോസിലാണ്. അപ്പോൾ നോസിൽസ് ഇങ്ങനെ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ നോസിൽ സൈസ് നമ്പർ അടിസ്ഥാനത്തിലാണ് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ നിശ്ചിത പ്ലേറ്റ് തിക്നെസ്സിനനുസരിച്ചുള്ള നോസിൽ സൈസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ നോട്ട് ചെയ്യാതെ പോകരുത് എക്സാമിന്. സ്ട്രെയിറ്റ് ആൻഡ് റിവേഴ്സ് പൊളാരിറ്റി ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണിത്, എന്തെങ്കിലും ഒന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സ്ട്രെയിറ്റ് പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒന്ന് പഠിക്കുക കേട്ടോ, ഒരു സാധനം പഠിക്കുക, മറ്റേത് റിവേഴ്സ്. ഇപ്പോൾ സ്ട്രെയിറ്റ് പൊളാരിറ്റി പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാത്തിനും റിവേഴ്സ് ആയിരിക്കും റിവേഴ്സ് പൊളാരിറ്റിയിലുള്ളത്. അപ്പോൾ എല്ലാം കൂടെ നിങ്ങൾ പഠിച്ചു വെക്കരുത്, ഒരെണ്ണം പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ ഈ സ്ട്രെയിറ്റ് പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ വർക്ക് പീസ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അത് മാത്രം പഠിച്ചാൽ മതി, ബാക്കിയെല്ലാം ഇതിൻ്റെ ഇൻവേഴ്സ് ആക്കിയിട്ട് മാത്രം നോക്കിയാൽ മതി. ഇതെല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കരുത്. എന്താണ് പഠിക്കേണ്ടത്? സ്ട്രെയിറ്റ് പൊളാരിറ്റിയിൽ വർക്ക് പീസാണ് പോസിറ്റീവ്, വർക്ക് പീസിനാണ് കൂടുതൽ ഹീറ്റ് കിട്ടുന്നത്. ഇത് രണ്ടും പഠിച്ചു വെക്കാം കേട്ടോ. വർക്ക് പീസാണ് പോസിറ്റീവ്, വർക്ക് പീസാണ് കൂടുതൽ ഹീറ്റ് കിട്ടുന്നത്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. സ്ട്രെയിറ്റ് പൊളാരിറ്റിയിൽ വർക്ക് പീസാണ് പോസിറ്റീവ്, വർക്ക് പീസിനാണ് കൂടുതൽ ഹീറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാവുക? സ്ട്രെയിറ്റ് പൊളാരിറ്റിയിൽ വർക്ക് പീസ് എങ്ങോട്ട് കണക്ട് ചെയ്യുന്നു, പോസിറ്റീവിലേക്കാണ് നെഗറ്റീവിലേക്കാണ് എങ്ങനെയാണെന്ന് ചോദിക്കും. ഓക്കെ, അതേപോലെ സ്ട്രെയിറ്റ് പൊളാരിറ്റിയിൽ വർക്ക് പീസിന് കിട്ടുന്ന ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണ്? ഓക്കെ, അപ്പോൾ മൊത്തം ഡിസ്ട്രിബ്യൂഷൻ 100 ആണെങ്കിൽ അതിൽ 67% വർക്ക് പീസിനായിരിക്കും, 33% മാത്രമാണ് ഇലക്ട്രോഡ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഇങ്ങനെ മാത്രം പഠിച്ചാൽ മതി. സ്ട്രെയിറ്റ് പൊളാരിറ്റി, വർക്ക് പീസ് പോസിറ്റീവ്, വർക്ക് പീസിന് കൂടുതൽ ഹീറ്റ്. വർക്ക് പീസ് എന്ന് പറഞ്ഞ് പഠിച്ചാൽ കേട്ടോ. സ്ട്രെയിറ്റ് പൊളാരിറ്റിയിൽ വർക്ക് പീസ് പോസിറ്റീവ്, വർക്ക് പീസിന് കൂടുതൽ ഹീറ്റ്. ഇനി ഇതൊക്കെ നമ്മൾ ഈ റിവേഴ്സ് പൊളാരിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ ഇൻവേഴ്സ് ആയിരിക്കും. എത്രയേ ഉള്ളൂ കണ്ടോ. റിവേഴ്സ് പൊളാരിറ്റിയിലാകുമ്പം പോസിറ്റീവായി ഇലക്ട്രോഡ്, വർക്ക് പീസ് നെഗറ്റീവായി. അവിടെ വർക്ക് പീസിന് 1/3 ഹീറ്റ് ഡിസ്ട്രിബ്യൂഷനേ കിട്ടുന്നുള്ളൂ, അതായത് 33% മാത്രമേ കിട്ടുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രോണാണെങ്കിൽ 2/3 ആയി, അവിടെ 67% ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇലക്ട്രോണിന് കിട്ടി. ഓക്കെ, സോ അങ്ങനെ ആ രീതിയിൽ മാത്രം പഠിക്കുക കേട്ടോ. ഇനി സ്ട്രെയിറ്റ് പൊളാരിറ്റീൻ്റെ വേറൊരു പേരാണ് DCEN. ഈ ഒരു ടേം കൂടെ പഠിക്കുക കേട്ടോ. DCENും DCEPയും. DCE എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ്. ഓക്കെ, DCE എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ്. ഇവിടെ കണ്ട ഇലക്ട്രോഡ് നെഗറ്റീവ് ആണല്ലേ, ഇലക്ട്രോഡ് പോകുന്നത് നെഗറ്റീവ് ടേമിലേക്കാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ്. ഇനി റിവേഴ്സ് പൊളാരിറ്റിയിലാകുമ്പോൾ എന്താവും? ഇലക്ട്രോഡ് പോസിറ്റീവായി. കണ്ടോ, ഇലക്ട്രോഡ് പോസിറ്റീവായി. അപ്പോൾ നമുക്ക് എങ്ങനെ വായിക്കാം? ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് പഠിക്കട്ടെ, അല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇപ്പോൾ സ്ട്രെയിറ്റ് പൊളാരിറ്റി വർക്ക് പീസ് പോസിറ്റീവ്, വർക്ക് പീസിന് കൂടുതൽ ഹീറ്റ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഹീറ്റ് എന്ന് പറയുമ്പോൾ അത് നോക്കിക്കോട്ടെ, 2/3 ആണ് ഹീറ്റ് കേട്ടോ. 2/3 എന്ന് പറയുമ്പം 67% വരും, 1/3 എന്ന് പറയുമ്പോൾ 33% വരും. അത് ലാസ്റ്റ് വണ് ഫ്ലെയിംസ് ആൻഡ് മെറ്റീരിയൽസ്. ഓക്കെ, ഇതും വളരെ സുലഭമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. നമ്മൾ ഓക്സിസിറ്റിലിൻ വെൽഡിങ്ങിൽ വരുന്നതാണ് ഈ ഫ്ലെയിം. അപ്പോൾ ആ ഒരു ടോർച്ചിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ആ ഒരു ഫ്ലെയിം 3 രീതിയിലാണ് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്തത്. ഒന്ന് കാർബറൈസിങ് ഫ്ലെയിം, അടുത്തത് ന്യൂട്രൽ ഫ്ലെയിം, മൂന്നാമത്തത് ഓക്സിഡൈസിങ് ഫ്ലെയിം. ഓക്കെ, അത് നമുക്ക് ഫസ്റ്റ് ന്യൂട്രൽ ഫ്ലെയിം ഒന്ന് നോക്കാം. ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസറ്റിലിൻ്റെയും ഓക്സിജൻ്റെയും എമൗണ്ട് മിക്സ് ചെയ്യുന്ന എമൗണ്ട് സെയിം ആയിരിക്കും. അതാണ് ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ. കാർബറൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യുമ്പോൾ ഓക്സിജൻ കുറവും അത് അസറ്റിലിൻ കൂടുതലും, അങ്ങനെയാണ് മിക്സ് ചെയ്യുക. ഓക്കെ, കാർബറൈസിങ്ങിൽ അസറ്റിലിൻ കൂടുതലും ഓക്സിജൻ കുറവായിരിക്കും. ഓക്സിഡൈസിങ് ഫ്ലെയിമിൽ, ഇപ്പോൾ ഓക്സിഡൈസിങ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി ഓക്സിജൻ കൂടുതലായിരിക്കും. ഓക്കെ, അങ്ങനെ പഠിച്ചാൽ മതി. ഓക്സിഡൈസിങ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ കൂടും, അസറ്റിലിൻ കുറയും. പിന്നെ ഇവിടെ വരുന്ന ഇന്നർ കോൺ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ട 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നർ കോൺ, ന്യൂട്രൽ ഫ്ലെയിമിന് ഇന്നർ കോണ് കൂടും, ഓക്സിഡൈസിങ് ഫ്ലെയിമിന് അത് കുറവായിരിക്കും. ഓക്കെ, ഇനി പഠിക്കാനുള്ളൊരു കാര്യമാണ് കാർബറൈസിങ് ഫ്ലെയിമിൽ. കാർബറൈസിങ് ഫ്ലെയിമിലാണ് 3 സോണുകളുണ്ട് കേട്ടോ.
കാർബറൈസിങ് ഫ്ലെയിമിലാണ് 3 സോണ്, ഒരു ഇൻ്റർമീഡിയറ്റ് റെഡിഷ് ഫ്ലെയിം ഉണ്ടാവും കാർബറൈസിങ് ഫ്ലെയിം. ആ കാർബറൈസിങ് ഫ്ലെയിമിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഓക്കെ, ഇനി ഇന്നർ കോണിൽ വരുന്ന ടെമ്പറേച്ചർ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. കാർബറൈസിങ് ഫ്ലെയിമിലാണെങ്കിൽ 2900 ഡിഗ്രി സെൽഷ്യസ് ആണ്. ന്യൂട്രൽ ഫ്ലെയിം ആണെങ്കിൽ 3100, ഓക്സിഡൈസിങ് ആണെങ്കിൽ 3300 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ആ ഇന്നർ കോണിൽ വരുന്ന ടെമ്പറേച്ചറാണ് അവിടെ കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ ചോദിച്ച കാര്യങ്ങളാണ്. ഇനി ചോദിക്കുന്ന വേറെ കാര്യമാണ് ഈ ഓരോ ഫ്ലെയിമിനും എന്താണ് വരുന്ന മെറ്റീരിയൽസ്. ഓക്കെ, അതിനുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. അപ്പോൾ നമുക്ക് അലൂമിനിയം അല്ലെങ്കിൽ ലോ കാർബൺ സ്റ്റീൽ. ഓക്കെ, ലോ കാർബൺ സ്റ്റീൽ എന്ന് പറയാം, അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ എന്നൊക്കെ വിളിക്കും. മൈൽഡ് സ്റ്റീലും അലൂമിനിയവും ഇത് രണ്ടും കാർബറൈസിങ് ഫ്ലെയിം വെച്ചിട്ടാണ് വെൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ കട്ടിങ് വേറെ തന്നെ കേട്ടോ. കട്ടിങ്ങും വെൽഡിങ്ങും, ഓക്സിഡൈസിങ് വെൽഡിങ് ഉണ്ട്, ഓക്സിഡൈസിങ് കട്ടിങ് ഉണ്ട്. അപ്പോൾ കട്ടിങ് അല്ല നമ്മൾ പറയുന്നത്, ഇവിടെ വെൽഡിങ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അലൂമിനിയം അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ ലോ കാർബൺ സ്റ്റീലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഫ്ലെയിം കാർബറൈസിങ് ഫ്ലെയിമാണ്. പിന്നെ അതുപോലെ ന്യൂട്രൽ ഫ്ലെയിമിന് ഉതകുന്ന കുറച്ച് മെറ്റീരിയൽസ് പറഞ്ഞാൽ ഹൈ കാർബൺ സ്റ്റീൽ, ലെഡ്, കാസ്റ്റ് അയൺ. ഓക്കെ, ഇനി ഓക്സിഡൈസിങ് ഫ്ലെയിമിനാണെങ്കിൽ ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ പോകണം ഈ ബ്രാസ്, ബ്രോൺസ്. ഇത് 1-2 പ്രാവശ്യമൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ബ്രാസ്, ബ്രോൺസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് എന്ത് ഫ്ലെയിമിലാണ് വെൽഡ് ചെയ്യുന്നത്? അത് ഓക്സിഡൈസിങ് ഫ്ലെയിം വെച്ചിട്ടാണ് വെൽഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ എഴുതിയ ബ്രാസും ബ്രോൺസ് പറഞ്ഞാൽ എന്താ? അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക് ആണ് അല്ലേ. ഈ അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക് തന്നെയാണ് ബ്രാസും ബ്രോൺസ് ഒക്കെ വരുന്നത്. അതുകൂടാതെ ഒരു മാംഗനീസ് സ്റ്റീൽ കൂടെ വരുന്നുണ്ട്. ഓക്കെ, സോ ഇത് നമ്മളിപ്പോൾ ഇത്രയും കാലമായിട്ട് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത കുറച്ച് പോർഷൻസാണ്. ഇനിയും ഒരുപാട് പോർഷൻസ് വേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ 8 പോർഷൻസുകൾ കൃത്യമായിട്ട് പഠിക്കാം. ഇനി നിങ്ങൾ വീഡിയോസ് കണ്ട പലരും കമൻറ്റ് ചെയ്തൊരു കാര്യമാണ് ഓട്ടോകാഡിൻ്റെ ഒരു ക്ലാസ്. അപ്പോൾ ആ ഒരു ഓട്ടോകാഡിൻ്റെ വീഡിയോ ആണ് അടുത്ത ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും പോർഷൻസ് കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ഓട്ടോകാഡിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്, അതുകൂടെ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, സോ ടിൽ ദെൻ ബൈ.